പ്രഖ്യാപനം അതുപോലും ഇപ്പോൾ തീർച്ചയായും മഞ്ജുഷ, ഹിന്ദി ഹൃദയ ഭൂമിയിലേക്ക് ഒരു തിരിച്ചുവരവിന് അവസരമൊരുക്കുകയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിലൂടെ കോൺഗ്രസിന്റെ ശ്രമമെങ്കിൽ അതിന് തടയിടുന്നു. മോദി പ്രഭാവം ഞങ്ങൾക്ക് ആവശ്യമില്ല, മോദിയെ കൂടുതലായി ക്യാമ്പയിനുകളിൽ ഉൾപ്പെടുത്തിയില്ല എങ്കിൽ പോലും ഞങ്ങൾക്ക് വിജയക്കൊടി പാറിക്കാൻ സാധിക്കുമെന്ന വലിയ ആത്മവിശ്വാസം നൽകാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമായി ഹരിയാന മാറുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. കാരണം ആവർത്തിച്ചു പറഞ്ഞിരുന്ന ഒന്നാണ്, നരേന്ദ്രമോദി അധികമായി ക്യാമ്പയിനുകളിൽ പങ്കെടുത്തില്ല. ഇനിയും മോദി പ്രഭാവത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് BJP പോലെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്ന നിരീക്ഷണങ്ങളും വിലയിരുത്തലുകളും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ കൂടി മറ്റൊരു പരീക്ഷണത്തിന് BJP തയ്യാറായ മണ്ഡലം കൂടി, ഒരു ഭൂമി കൂടിയാണ് ഹരിയാന എന്നുള്ളതാണ്. അതിന്റെ വിജയമായി മാറുകയാണോ ഹരിയാന എന്ന് സംശയിക്കേണ്ട പശ്ചാത്തലം ആണ് ഇപ്പോഴുള്ളത്. പ്രത്യേകിച്ച് ജാട്ട് മേഖലയിൽ, OBC മേഖലയിൽ, ദളിത് മേഖലയിൽ ഉൾപ്പെടെ കടന്നു കയറാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. മറ്റൊരു മേഖല എന്നത് സിഖ് മേഖലയാണ്. ആ മേഖലയിൽ എന്താണ് സംഭവിച്ചത് എന്നതുകൂടി മാജിക് ബോളിലൂടെ നമുക്ക് പരിശോധിക്കാം. അവിടെ ഇതാ 16 മണ്ഡലങ്ങളിൽ ആണ് സിഖ് വോട്ടുകളോ അല്ലെങ്കിൽ പഞ്ചാബിൽ സ്വാധീനമുള്ള പ്രദേശങ്ങൾ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അവിടെ 10 സീറ്റുകൾ, അവിടെ കാര്യമായി, അതായത് BJPയെ സംബന്ധിച്ചിടത്തോളം കാര്യമായ നേട്ടം കൈവരിക്കാൻ സാധിച്ചിട്ടില്ല മഞ്ജുഷ് എന്നതും എടുത്തു പറയേണ്ടതാണ്. നമുക്കറിയാം, ഈ ഗുസ്തി താരങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ സിഖ് മേഖല എന്നത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. മാത്രമല്ല എടുത്തു പറയേണ്ടത്, പഞ്ചാബിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് നമുക്ക് ഓർമ്മയുണ്ട്. അവിടെ AAP അധികാരത്തിലേറിയ രാഷ്ട്രീയ പശ്ചാത്തലം കൂടിയുണ്ട്. BJP പഞ്ചാബിൽ തുടച്ചു നീക്കപ്പെട്ട ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടിയുണ്ട്. അവിടെയാണ് സിഖ് മേഖല, പഞ്ചാബ് മേഖലയിൽ ഏതാണ്ട് 16 സീറ്റുകളിൽ 10 ഇടങ്ങളിൽ കഴിഞ്ഞ തവണ BJP മുന്നേറ്റം നടത്തിയിരുന്നുവെങ്കിൽ അത് നിലനിർത്താൻ മാത്രമേ സാധിക്കുന്നുള്ളൂ. അതേസമയം കോൺഗ്രസ് ആകട്ടെ അവിടെ നേട്ടം കൈവരിക്കുകയാണ്. 2 മണ്ഡലങ്ങളിൽ മേൽക്കൈ നേടാൻ സിഖ് മേഖലയിൽ, പഞ്ചാബി സിഖ് മേഖലയിൽ 2 ഇടത്ത് മേൽക്കൈ നേടാൻ കൂടി സാധിക്കുന്നുണ്ട് കോൺഗ്രസിന് എന്നതാണ്. മറ്റ് മേഖലകളിൽ ഒന്നും തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യമായ സ്വാധീനം ഉണ്ടായില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നോ ചിത്രം, അത് നിലനിർത്താൻ മാത്രമേ കോൺഗ്രസിന് സാധിച്ചിട്ടുള്ളൂ. 50 BJP, 34 കോൺഗ്രസ്, മറ്റുള്ളവർ 4, INLD+2. ജമ്മു കാശ്മീരിൽ 48 കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കോൺഗ്രസ് NC സഖ്യം. മാജിക് ബോൾ ഓപ്പൺ ചെയ്യൂ. കോൺഗ്രസ് NC സഖ്യം 48 കുറഞ്ഞു. BJP 27, മറ്റുള്ളവർ 11, PDP 4 എന്നുള്ളതാണ്. കോൺഗ്രസ് NC സഖ്യം എന്ന് പറയുമ്പോൾ അതിൽ എടുത്തു പറയേണ്ടത് നാഷണൽ കോൺഫറൻസ് ആണ്. 39 സീറ്റുകളിൽ ഒമർ അബ്ദുള്ളയുടെ നാഷണൽ കോൺഫറൻസ് ഇതാ 39 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നു. ഈ സഖ്യത്തിൽ കോൺഗ്രസ് 8 ഇടത്ത് CPIM-ന്റെ സ്ഥാനാർത്ഥിയായി തരിഗാമിയാണ് അവിടെ മത്സരിക്കുന്നത്. യൂസഫ് തരിഗാമി, ഒരേ ഒരു സീറ്റിൽ മത്സരിക്കുന്ന യൂസഫ് തരിഗാമി മുന്നിട്ട് നിൽക്കുന്നു. അങ്ങനെ ഇന്ത്യ സഖ്യം പരിശോധിക്കുമ്പോൾ നാഷണൽ കോൺഫറൻസ് 39 സീറ്റുകളിൽ, കോൺഗ്രസ് 8 ഇടത്ത്, CPIM 1 ഇടത്ത്. ഇങ്ങനെയാണ് ഈ ലീഡ് നില നമുക്ക് പറയേണ്ടി വരുന്നത്. അതായത് കോൺഗ്രസ് സഖ്യം 48 മണ്ഡലങ്ങളിൽ മുന്നിട്ട് നിൽക്കുകയാണ്. PDPയെ സംബന്ധിച്ചിടത്തോളം, ജമ്മു കാശ്മീർ PDPയെ സംബന്ധിച്ചിടത്തോളം 4 സീറ്റുകളിൽ മാത്രമാണ് മുന്നിട്ട് നിൽക്കാൻ പറ്റുന്നത്. മറ്റുള്ളവരെ സംബന്ധിച്ച് 10 സീറ്റുകൾ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്കിലും നമുക്ക് ഈ ടാലി പരിശോധിക്കുമ്പോൾ 28ലേക്ക് ഈ 10 സ്വതന്ത്രർ വന്നാൽ പോലും 38 എന്നുള്ളതാണ്. അതായത് മഞ്ജുഷ, ജമ്മു കാശ്മീരിനെ കുറിച്ച് പറയുമ്പോൾ ഈ 48 എന്നത് ഒരു നിർണായകമായ സംഖ്യയാണ്. 48ലേക്ക് കോൺഗ്രസ് NC സഖ്യത്തിന്റെ ഭൂരിപക്ഷം മേൽക്കൈ താഴുന്നുണ്ട്. ഒരുപക്ഷെ ലഫ്റ്റനന്റ് ഗവർണർ സ്വാധീനം അല്ലെങ്കിൽ അവകാശം പ്രയോഗിച്ചാൽ ഈ 48 എന്നതാണ് മാജിക് നമ്പർ. 95 നിയമസഭയിലെ അംഗബലം എങ്കിൽ ഭൂരിപക്ഷത്തിന് 48 പേരുടെ പിന്തുണ വേണം. പക്ഷേ ഇവിടെ ഇപ്പോഴും ഒരു പരിധിവരെയെങ്കിലും സേഫായി നിൽക്കുന്നുണ്ട്. കോൺഗ്രസും സേഫ് ആണ്, ഇന്ത്യ സഖ്യം സേഫ് ആണ്. 48-ൽ കോൺഗ്രസ് ഉണ്ട്, NC ഉണ്ട്, CPM ഉണ്ട്. ഇവർ 3 പേരും കൂടിയാണ് 48. അതിൽ നാഷണൽ കോൺഫറൻസ് തന്നെയാണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ജമ്മു കാശ്മീരിൽ വരാൻ പോകുന്നത്. BJP 28 ലീഡ് കഴിഞ്ഞ തവണത്തേക്കാൾ, ഏറ്റവും ഒടുവിൽ ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടന്നതിനേക്കാൾ പ്രകടനം മെച്ചപ്പെടുത്തുവാൻ BJP കഴിഞ്ഞിട്ടുണ്ട്. ജമ്മു മേഖലയിൽ മാത്രമാണ്, അതായത് 43 സീറ്റിൽ നിന്നാണ് 28 സീറ്റ് BJPക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് ജമ്മു മേഖലയിൽ മാത്രം. കശ്മീരിൽ നിന്ന് 1 സീറ്റ് പോലും ഇല്ല. 19 സീറ്റിലാണ് BJP കശ്മീരിൽ മത്സരിച്ചത്, കശ്മീർ വാലിയിൽ മത്സരിച്ചത്. അവിടെ 19 എടുത്ത് മത്സരിച്ചതിൽ 1 സീറ്റിൽ പോലും ലീഡ് ചെയ്യുന്നില്ല. അവിടെ കോൺഗ്രസും NCയും അതുപോലെ തന്നെ PDP 4 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. മറ്റുള്ളവർ പക്ഷേ 10 പേർ, അത് നിർണായകമാണ്. സ്വതന്ത്രരും അതുപോലെ തന്നെ
എഞ്ചിനീയറുടെ പാർട്ടിയും എഞ്ചിനീയർ റാഷിദിന്റെ പാർട്ടിയും ഉണ്ട്. അവർ പക്ഷേ BJP-യെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. BJP-യുടെ സ്പോൺസേഴ്സ് ആണ്, BJP-യാണ് സ്പോൺസർ ചെയ്യുന്നത് എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ 48 എന്നുള്ളത് സേഫാണ് കോൺഗ്രസിനും NC-ക്കും, അതായത് ഇന്ത്യ സഖ്യത്തിന്. ഹരിയാനയിൽ 49 കുറഞ്ഞിരിക്കുന്നു BJP, 35 കോൺഗ്രസ്, 2 ഇപ്പോഴും INLD+, ഒരു സീറ്റിൽ INLD-യും ഒരു സീറ്റിൽ BSP-യുമാണ് INLD+ എന്നുള്ള കാര്യം. 4 സീറ്റിൽ ഇപ്പോഴും സ്വതന്ത്രർ ലീഡ് ചെയ്യുന്നു. അതേ നേരത്തെയുള്ള അതേ ലീഡ് നില നിലനിർത്തിക്കൊണ്ട് പോകാൻ സാവിത്രി ജിൻഡാലിനെ പോലെയുള്ള ആളുകൾക്ക് കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ലീഡ് നില അങ്ങനെ തന്നെ പോകുന്നത്. പക്ഷേ BJP-യും കോൺഗ്രസും നേരിട്ട് ഏറ്റുമുട്ടുന്ന, ഒന്നാം സ്ഥാനത്ത് BJP-യോ ഒന്നാം സ്ഥാനത്ത് കോൺഗ്രസോ ഉള്ള ഇടങ്ങളിൽ, അവർ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഇടങ്ങളിൽ ലീഡ് നില ചെറുതായിട്ട് മാറുന്നുണ്ട്. അതായത് ഇപ്പോഴും 49, 35 എന്ന രീതിയിൽ എത്തുന്നു. അത് നേരിയ വ്യത്യാസത്തിൽ ഇപ്പോഴും ലീഡ് നില നിലനിർത്തിക്കൊണ്ട് പോകുവാനായിട്ട് BJP-ക്ക് കഴിയുന്നുണ്ട്. അതായത് കേവല ഭൂരിപക്ഷം BJP-ക്ക് കിട്ടുകയാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ മിന്നുന്ന പ്രകടനമാണ് ഇപ്പോഴത്തെ ഈ ട്രെൻഡ് വെച്ച് നോക്കിയാൽ BJP ഹരിയാനയിൽ നടത്തിയിരിക്കുന്നത്. 40-ൽ നിന്ന് 49 എന്നുള്ളത് നിസ്സാര കാര്യമല്ല. അത് മാത്രമല്ല JJP-യുടെ പിന്തുണയൊന്നും അവിടെ BJP-ക്ക് ഇല്ല. പക്ഷേ അനുകൂലമായ ഘടകങ്ങൾ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളിലൂടെ അത് BJP-ക്ക് കഴിഞ്ഞിട്ടുണ്ട് അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ. പ്രതികൂലമായ ഘടകങ്ങളെ അനുകൂലമാക്കി മാറ്റിയെടുക്കുന്നതാണ് BJP ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ച് നോക്കുമ്പോൾ ഹരിയാനയിൽ ചെയ്തിരിക്കുന്നത്. ജമ്മു കാശ്മീരിൽ അങ്ങനെ ഇന്ത്യ സഖ്യം അധികാരത്തിലേക്ക് വരുമ്പോൾ ഹരിയാന BJP നിലനിർത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ. വോട്ടെണ്ണൽ തുടങ്ങി